കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സഭാ ഹാളിൽ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സുകൾക്ക് വന്ന് ഓർക്കുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം ഒരു പുതുമയായി. നമ്മുടെ വീടുകളൊക്കെ നമ്മൾ പൊതുവെ നന്നാക്കി പണിയാറുണ്ട്. എന്നാൽ സഭാ ഹാളുകളും സെമിത്തേരികളുടെയും കാര്യം വരുമ്പം പരിതാപകരമാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥലത്ത് സഭയിൽ മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഞാനവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 79 അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം, ഭിത്തിയൊക്കെ സിമെൻ്റ് എല്ലാം ഇളകി തറയൊക്കെ ഇളകിയൊക്കെ കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ നിങ്ങൾ മിക്കവാറും എല്ലാവരും എനിക്കറിയാം, മിക്കവാറും എല്ലാവരും നല്ല സാമ്പത്തിക സൗകര്യമുള്ളവരാണ്, ഈ സഭാ ഹാള് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതിനകത്ത് ആർക്കും ഒരു ഭാരമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ വളരെ പ്രായമുള്ളൊരു അച്ചായൻ പറഞ്ഞു, ബ്രദർ, ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആ ഓൾഡ് വീട് പൊളിച്ചിട്ട് 2 നില പണിതില്ലേ? എന്നാൽ പിന്നെ അതും ഗോൾഡായിട്ട് കൂട്ടിയിട്ട് പഴയ വീട് പോരായിരുന്നോ? അപ്പോൾ നമുക്ക് ഈ സഭാ ഹാളിൻ്റെ കാര്യവും സെമിത്തേരിയുടെ കാര്യവും വരുമ്പോൾ നമുക്ക് ഒരു ഭാരവുമില്ല. ഇത് മനോഹരമാക്കി പണിത് AC ഒക്കെ സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെ സംതൃപ്തി തോന്നി. കയറി വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. AC ഒക്കെ വെച്ചത് കൊള്ളാം, ഉറങ്ങിപ്പോകരുത്. നല്ല കുളിർമയോടുകൂടെ എത്ര ചൂടുകാലത്തും സന്തോഷമായിട്ട് ഒക്കെ ഇരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നല്ലത് തന്നെയാണ്. ഞാൻ സഭയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതിനുവേണ്ടി അധ്വാനിച്ചവരെയും സഭയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സഭ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് നമ്മുടെ ഇളയ തലമുറയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പുതുമയൊന്നും ഇല്ലല്ലോ എന്ന് ഈ ക്ലാസ്സുകളൊക്കെ ധാരാളം കേട്ടവർക്ക് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ചിന്താഭാരം മുഴുവനും ഈ ഇളയ തലമുറ, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത്, നമ്മുടെ സഭകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണ ഉണ്ടാകണം. കാരണം അവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ രീതി അനുസരിച്ച് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇവിടെ ജോലിക്കുള്ളൊരു സാധ്യതയില്ല. ഇവിടെ ആകെപ്പാടെ കേരളത്തിന് സാധ്യതയുള്ള ബിവറേജസും ലോട്ടറിയാണ്. അത് രണ്ടും നമുക്കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് വെളിയിലേക്കൊക്കെ പോവുകയാണ്. വെളിയിൽ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ചെല്ലുമ്പോൾ അവർക്ക് നമ്മുടെ ഈ സഭകളൊന്നും പലപ്പോഴും കണ്ടെന്ന് വരികയില്ല. അപ്പോൾ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച് മറ്റെവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ അത് പലതും വിപരീത ഉപദേശങ്ങളും ദുരുപദേശങ്ങളും വിശ്വസിക്കുന്ന കൂട്ടമായിരിക്കും. എന്നാൽ അവിടെ പോകാതെ ഇരിക്കാനായിട്ട് തടയിടാൻ ശരിയായ ഉപദേശം എന്താണെന്നുള്ളത് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ടത് സ്ഥലം സഭകളുടെ കടമയാണ്. അതിനിവിടെ ഈ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് ക്രമീകൃതമായ പഠനം നടത്തുന്നു എന്ന് കേട്ടതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ സഭയെക്കുറിച്ച് നമുക്ക് ഇന്നും നാളെയും 2 ദിവസമേ ഉള്ളൂ. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ കുഞ്ഞുങ്ങളെ അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. 1 തിമോഥെയോസ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1 തിമോഥെയോസ് 3-ാം അധ്യായം 15-ാം വാക്യം. വായിച്ചോ. ഇത് പൗലോസ് തിമോഥെയോസിന് എഴുതിയതാ. അപ്പൊ തിമോഥെയോസിന് ഈ സഭയെക്കുറിച്ച് അറിയാൻ പാടില്ലേ? നീ അറിയേണ്ടതിനെന്നാ, എല്ലാവരും അറിയേണ്ടതിനല്ല, നീ അറിയണം. അപ്പോൾ പൗലോസിൻ്റെ കൂടെ ഇത്രയധികം യാത്ര ചെയ്ത വേറെ ആരും ഉണ്ടായിട്ടില്ല. 2ാമത്തെ മിഷണറി യാത്ര മുതൽ അവസാനം വരെ പൗലോസിൻ്റെ കൂടെ തിമോഥെയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസിന് കിട്ടിയതുപോലെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ വേറെ ആർക്കും കിട്ടിയില്ല. പത്രോസിന് മറ്റാർക്കും കിട്ടിയില്ല. പൗലോസിനാണ് സഭയെക്കുറിച്ചുള്ള ഉപദേശങ്ങളെല്ലാം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. ആ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളെല്ലാം പൗലോസ് അപ്പോഴപ്പോൾ തിമോഥെയോസിനെ അറിയിച്ചിട്ടുണ്ട്.
തിമോഥെയോസ് നന്നായിട്ട് പഠിച്ചു. എന്നിട്ടും ഒടുവിൽ പറയുകയാണ്, സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ഇനി മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊക്കെ ഓരോ സ്ഥലം സഭയിലെ അംഗങ്ങളാണ്. ഈ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് വല്ലതും നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ടു വരുന്നു. അതിനനുസരിച്ച് ഈ ട്രാക്കിനകത്ത് നമ്മളിങ്ങനെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോവുക. എന്നാൽ എന്തുകൊണ്ടിങ്ങനെ, എങ്ങനെ നടക്കേണ്ടത്, എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ, വചനപ്രകാരം നടക്കണം, അല്ലെങ്കിൽ ജീവിക്കണം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ സഭ എന്താണ്, സഭയുടെ നടത്തിപ്പ് എന്താണ്, സഭയിലെ വിശ്വാസികൾ എങ്ങനെ നടക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുകൊണ്ട് സഭ എന്ത്, സഭയിൽ എങ്ങനെ നടക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഈ സഭ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ പൊതുവെ വരുന്ന സങ്കല്പം എന്താണ്? സഭ എന്ന് കേൾക്കുമ്പോൾ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒക്കെ മനസ്സിൽ ഈ സഭയെന്ന് പറയുമ്പോൾ ഏതാ ശരിയായ സഭ? എത്ര ഇനമുണ്ട് സഭകൾ? എത്ര ഇനമുണ്ട്? ഈ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം തന്നെ 10-45 കൂട്ടമുണ്ടെന്ന്, ഇനം ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ? ഇതൊക്കെ നമുക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തിൽ പ്രധാനമായിട്ട് 4 തരത്തിലുള്ള സഭകളാണ് ഉള്ളത്. അത് നിങ്ങളുടെ അറിവിലേക്ക് ഒരു ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്. 4 തരത്തിലുള്ള 4 വിഭാഗങ്ങളുള്ള സഭകളാണ്. അതിലൊന്നിനെ വിളിക്കുന്നത് എപ്പിസ്കോപ്പൽ സഭകളെന്നാണ്. കേട്ടിട്ടുണ്ടല്ലോ, എപ്പിസ്കോപ്പൽ സഭകൾ. എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ, ഒരു പരമാധികാരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഭകൾ എന്നാണ് എപ്പിസ്കോപ്പൽ സഭകൾ എന്ന വാക്കിൻ്റെ അർത്ഥം. എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ തലവൻ, ഒരു പ്രധാനി. ഉദാഹരണം പറയാമോ? പോപ്പ് ഒറ്റയാളേ ഉള്ളൂ. ലോകത്തിൽ എവിടെല്ലാം റോമൻ കത്തോലിക്ക സഭയുണ്ടെങ്കിലും അതെല്ലാം ഒരാളുടെ കീഴിലാണ്. ശരിയല്ലേ? ആണോ? പോപ്പാണ് അതിൻ്റെ പരമാധികാരി. ആ ഇനത്തിൽപ്പെട്ട വേറെ കുറേ സഭകളുണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്. രണ്ടാമത് പ്രെസ്ബിറ്റേറിയൻ സഭകളെന്ന് പറയും. പ്രെസ്ബിറ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷക്കാർ അല്ലെങ്കിൽ ഇടയന്മാർ, പ്രെസ്ബിറ്റർ. പ്രെസ്ബിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ പല പ്രെസ്ബിറ്റർമാർ, പല അധ്യക്ഷന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കുക. മറ്റേടത്ത് അതിൻ്റെ ആവശ്യം, എപ്പിസ്കോപ്പൽ സഭകൾ അതിൻ്റെ ആവശ്യമില്ല, ഒരാളെ പരമാധികാരി. എന്നാൽ ഈ പ്രെസ്ബിറ്റേറിയൻ സഭകളുടെ പ്രത്യേകത, ഒരു പ്രെസ്ബിറ്ററി ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ബിഷപ്പുമാരും പട്ടക്കാരുമൊക്കെ ചേർന്ന് ഉള്ള സിനഡുകൾ. ആ സിനഡുകളുടെ തീരുമാനം അനുസരിച്ച് സഭകളെല്ലാം നടക്കണം. ഉദാഹരണം പറയാമോ? CSI അല്ലെങ്കിൽ CNI, മെത്തേഡിസ്റ്റ്, ലൂഥറൻ, ആ സഭകളൊക്കെ ഈ പ്രെസ്ബിറ്റേറിയൻ സഭകളാണ്. പ്രെസ്ബിറ്റർ എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ, മേലധികാരി. അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടത്തിന് സിനഡ് എന്ന് പറയും. ഒരു കൂട്ടം അവരെടുക്കുന്ന തീരുമാനങ്ങൾ സഭകൾ നടപ്പിലാക്കണം. അത് പ്രെസ്ബിറ്റേറിയൻ സഭകൾ. മൂന്നാമത്തെ കോൺഗ്രിഗേഷണൽ സഭകൾ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. കോൺഗ്രിഗേഷണൽ, അത് ബാപ്റ്റിസ്റ്റ് സഭകളൊക്കെ കോൺഗ്രിഗേഷനിൽ പെടുന്ന. എന്ന് പറഞ്ഞാൽ ഓരോ കോൺഗ്രിഗേഷന് കുറേ സ്വാതന്ത്ര്യം കൊടുക്കും. ഓരോ സ്ഥലത്തുള്ള സഭകൾക്കും കുറേ സ്വാതന്ത്ര്യമുണ്ട്. മേൽഭരണം ഇല്ലെന്ന് മാത്രം. മറ്റ് പ്രെസ്ബിറ്റേറിയൻ സഭകൾക്കോ എപ്പിസ്കോപ്പൽ സഭകൾക്കോ ഉള്ളതുപോലെയുള്ള പരമാധികാരികളില്ല, എങ്കിലും കുറേ അധികാരികളുണ്ട്. പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ തന്നെ സഭകൾക്ക്, ഓരോ സഭയ്ക്ക് മൂപ്പന്മാരുണ്ട്. ആ മൂപ്പന്മാർക്ക് കുറേ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം തീരുമാനിക്കാനൊന്നും നടക്കുകയില്ല. അതിനെ കോൺഗ്രിഗേഷണൽ സഭകൾ എന്ന് പറയും. എന്നാൽ നാലാമതൊരു കൂട്ടം സഭകളുണ്ട്. ആ സഭകളുടെ ഒരു സ്വതന്ത്ര സഭകളെന്നാണ്, ഇൻഡിപെൻഡന്റ് സഭകൾ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇടയ്ക്ക് പത്രത്തിലൊക്കെ പ്രെസ്ബിറ്റേറിയൻ സഭകൾ, എപ്പിസ്കോപ്പൽ സഭകൾ എന്നൊക്കെ എന്നതായി പറയുന്നത്, വ്യത്യാസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ആ 3 അങ്ങ് വിടാം, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. എങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ? പ്രെസ്ബിറ്റേറിയൻ, എപ്പിസ്കോപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രിഗേഷന് നമ്മൾ ആ 3 കൂട്ടത്തിലും പെടുന്നതല്ല. എന്തുകൊണ്ട് നമ്മൾ ഈ കൂട്ടത്തിൽ പെടുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് എപ്പിസ്കോപ്പൽ അല്ല? നമ്മൾ എന്തുകൊണ്ട് പ്രെസ്ബിറ്റേറിയൻ അല്ല? നമ്മൾ എന്തുകൊണ്ട് കോൺഗ്രിഗേഷനല്ല?
എന്തുകൊണ്ടല്ല? സായിപ്പന്മാർ നമ്മളെ പഠിപ്പിച്ച അങ്ങനെയല്ല. അതുകൊണ്ടാണോ? ഇല്ല, സൈമൺ സാറോ നാഗൽ സാഹിബോ അങ്ങനെയല്ല ഞങ്ങളെ അതുകൊണ്ടാണോ? അല്ല, ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് മാത്രം സഭകളുടെ കാര്യങ്ങൾ നടത്തണമെന്ന് നിർബന്ധ ബുദ്ധി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ എപ്പിസ്കോപ്പലുമല്ല, പ്രസ്ബിറ്റേറിയനുമല്ല, കോൺഗ്രിഗേഷനിലുമല്ല, സ്വതന്ത്ര സഭകളായി നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ അറിയപ്പെടുന്നതിന് ആരെങ്കിലും സംശയം ചോദിച്ചാൽ വചനം കാണിക്കാനുണ്ട്. ഇതിന് മാത്രമേ വചനമുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സഭകളൊക്കെ സ്വതന്ത്ര സഭകളായി അറിയപ്പെടുന്നത്. നമുക്കൊരു മേലധികാരിയില്ല, ഒരു മേൽ ഭരണക്കാരനില്ല, നമുക്കൊരു ഹെഡ് ഓഫീസ് ഇല്ല, ഒരു ഹെഡില്ല. ആകെയുള്ള സ്വർഗത്തില കർത്താവാ. ശരിയല്ലേ? അങ്ങനെ കർത്താവിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചും ഓരോ സ്ഥലത്തുമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന പ്രാദേശിക സഭകളാണ് നമ്മുടെ സഭകൾ. അതിന് മാത്രമേ വചനത്തിൽ ആധാരമുള്ളൂ. മറ്റൊന്നും വചനപ്രകാരമുള്ളതല്ല. അവർ സഭ നടത്തിക്കൊണ്ട് നമുക്ക് അവരുടെ പരിഹാസമൊന്നുമില്ല, അവരെ നമ്മൾ വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ? ഇത് വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ സഭകളുടെ കാര്യങ്ങൾ നടത്തി വരുന്നു. അപ്പോൾ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണ്, നടത്തേണ്ടത് എങ്ങനെയാണ്, സഭ എന്താണ്, ഇതേക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സഭയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ടാമതൊരു സംശയം. ഒന്ന്, ഇതിലേത് ഇനത്തിൽ പെടുന്നതാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന ഈ സഭകളൊക്കെ ഇതും നമ്മളുടെ വ്യത്യാസം എന്താണ്? നമ്മൾ ഈ മൂന്ന് കൂട്ടത്തിൽ പെടുന്നതല്ല, നാലാമത്തേതാണ്. രണ്ടാമത്തേത്, സഭ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ സാധാരണ വരുന്ന ഒരു സങ്കല്പമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു കെട്ടിടത്തിന്റെ വാതിൽക്കൽ ഒരു ബോർഡ് വെച്ചിരിക്കുക, റോമൻ കാത്തലിക് ചർച്ച്, അല്ലെ പെന്റക്കോസ്റ്റൽ ചർച്ച്, അല്ലെങ്കിൽ ബ്രദറൻ ചർച്ച്. ഇത് കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്ന സങ്കല്പം എന്താ? ഒരാൾ വഴി ചോദിക്കുക, ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഏതാ? അതെ, ആ മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ടുള്ള വഴിയോടെ ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് ഇടതുവശത്തായിട്ടൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ വലതുവശിരിക്കുന്ന വീടാ. അപ്പൊ ഈ വലതുവശിരിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ചർച്ച് എന്ന് പറഞ്ഞാൽ ചർച്ച സമം മലയാളത്തിൽ എന്നാ പറയാം? അപ്പൊ ആ കാണുന്ന ആ കെട്ടിടമാണോ സഭ? ആണോ? അപ്പൊ ചർച്ച് സഭയല്ല. ഏതെങ്കിലും ഒരു സഭയ്ക്ക് ചർച്ച എന്ന് പേരിട്ടാൽ ഞാനതിന് എതിർക്കുമൊന്നുമല്ല കേട്ടോ, അത് വലിയ പാപമാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ ചർച്ച എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി പോകുന്നുണ്ട്. കാരണം ചർച്ച എന്ന് പറയുന്നത് പൊതുവെ ഒരു കെട്ടിടം. റോമൻ കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും അത് ചർച്ചയാണ്, തിങ്കളാഴ്ചയും ചർച്ച, ചൊവ്വാഴ്ചയും ചർച്ച, ശനിയാഴ്ചയും ചർച്ച, എല്ലാ ദിവസവും അത് ചർച്ചായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സഭ എവിടെയാ? ഈ ചർച്ച അവിടെയുണ്ട്, കെട്ടിടം. പക്ഷെ സഭ ഏതാ അതിനകത്ത്? ഇതൊരു ചിന്താക്കുഴപ്പമുണ്ടാകും. അപ്പൊ എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് ആദ്യം ഞാനൊന്ന് പറയാൻ പോവാം. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് പൊതുവെ ചർച്ച എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല? ഒരു നിയമ പരിരക്ഷയ്ക്ക് വേണ്ടി ഇപ്പം നമ്മുടെ സഭകളൊക്കെ ചർച്ച എന്നുള്ള പേരിടുന്നുണ്ട്. ഞാനിത് എതിർക്കുമൊന്നുമല്ല കേട്ടോ. എന്നാൽ വചനം പറയുമ്പോൾ, ഉപദേശം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചർച്ച് എന്നുള്ള വാക്ക് സഭയ്ക്ക് പുതിയ മുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കേ അല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമം എഴുതിയത് 1-ാം നൂറ്റാണ്ടിലെ സാഹിത്യ ഭാഷയായ ഗ്രീക്ക് ഭാഷയിലാണ്. അത് എഴുതിയപ്പോൾ ഒരു സ്ഥലത്ത് പോലും ചർച്ച എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ചർച്ച എന്നതിന് പുതിയ മുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുറിയാക്കോൺ എന്നൊരു വാക്കാ. കുറിയാക്കോൺ, ഞാൻ ഗ്രീക്ക് പഠിപ്പിക്കാനൊന്നും വന്നതല്ല കേട്ടോ, അപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അതിൽ നിന്നാണ് ഈ കുറിയാക്കോസ്, കുര്യനൊക്കെ ഉണ്ടായത്. അതിൽ നിന്നാ കുറിയാക്കോൺ. കുറിയാക്കോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ബിലോങ്സ് ടു ദ ലോർഡ്, കർത്താവിൻ്റെ വകയെന്നേ അതിനർത്ഥമുള്ളൂ. അപ്പൊ ഈ കുറിയാക്കോൺ എന്നുള്ള ഗ്രീക്ക് വാക്ക് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഉണ്ടായതാണ് ചർച്ച്. സഭ എന്ന വാക്കിന് അർത്ഥമില്ല. അപ്പൊ കുറിയാക്കോൺ അഥവാ ചർച്ച് സമം കർത്താവിൻ്റെ വക, കർത്താവിൻ്റേത് എന്നർത്ഥമേ ഉള്ളൂ.
ഈ കുറിയാക്കോൺ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ 2 സ്ഥലങ്ങളിലേ വന്നിട്ടുള്ളൂ. എന്നാൽ സഭ എന്നുള്ള വാക്ക് 114 പ്രാവശ്യമുണ്ട്. അപ്പൊ ചർച്ച എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന 2 സ്ഥലം 2 നോട്ട് ചെയ്തു, എന്നിട്ട് വായിക്കുകയും ചെയ്തത്. 1 കൊരിന്ത്യർ 11:20, വെളിപ്പാട് 1:10. 1 കൊരിന്ത്യർ 11:20, വെളിപ്പാട് 1:10. ഈ 2 സ്ഥലങ്ങളിലാണ് ഈ കർത്താവിൻ്റെ വക, കർത്താവിൻ്റേത് എന്ന് അർത്ഥം വരുന്ന കുറിയാക്കോൺ എന്ന വാക്ക് 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. കുറിയാക്കോൺ ആണോ? KURIAKON, KURIA കുറിയ, KURIA കുറിയ, KON കോൺ, കുറിയാക്കോൺ, KON കുറിയാക്കോൺ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വക. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല. കർത്താവിന്റെ അത്താഴമല്ല. അപ്പൊ കർത്താവിന്റെ അത്താഴം എന്നുള്ളിടത്ത് കുറിയാക്കോൺ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സഭയെന്ന് അവിടെ തർജ്ജമ ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴം. അപ്പൊ കർത്താവിന്റെ വക, അത്താഴം കർത്താവിൻ്റെതാണ്. അതുകൊണ്ടാണ് ലോർഡ്സ് സപ്പർ, കർത്താവിന്റെ അത്താഴം എന്ന് പറയുന്നത്. ഇനി വെളിപ്പാട് 1:10 നോക്കിയേ, അവിടെയും ഈ കുറിയാക്കോൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കർത്തൃദിവസത്തിൽ, ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച, അവിടെയും ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ 2 സ്ഥലങ്ങളിലെ ഈ കുറിയാക്കോൺ അല്ലെങ്കിൽ ചർച്ച എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് 2 സഭയെക്കുറിച്ചല്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാകാതെ വരുന്നുണ്ടെങ്കിൽ കൈ കാണിക്കണേ. കുറച്ച് പഠിച്ചാൽ മതിയുള്ളൂ, നന്നായിട്ട് മനസ്സിലാകണം. നമ്മളെ ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? ഈ ചർച്ച എന്നുള്ള വാക്കുണ്ടായത് കുറിയാക്കോൺ എന്ന വാക്കിൽ നിന്നാണ്. ആ ചർച്ച എന്ന വാക്കിന് കർത്താവിൻ്റെ വകയെന്നാണ് ശരിക്കുള്ള അർത്ഥം. സഭയ്ക്ക് ഉദ്ദേശിച്ചുള്ള വാക്കേ അല്ല. കർത്താവിൻ്റെ അത്താഴം, കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്ന 2 സ്ഥലങ്ങളിൽ മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ സഭ എന്നുള്ള വാക്ക് 114 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഒരിടത്തും കുറിയാക്കോൺ എന്നുള്ള വാക്കല്ല, എക്ലീസിയ. അതിന് എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന വാക്കാ, എക്ലീസിയ. കോൾഡ് ഔട്ട് പീപ്പിൾ, കോൾഡ് ഔട്ട്, കലയോ, കോൾഡ് ഔട്ട്, വിളിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് സഭ എന്ന വാക്കിന് ശരിയായ അർത്ഥം. വിളിക്കപ്പെട്ടവരുടെ കൂട്ടം, കർത്താവിൻ്റെ വകയല്ല, വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. പിന്നെ എന്തുകൊണ്ടാണ്, എങ്ങനെ ഈ ചർച്ച എന്നുള്ള പേര് വരാൻ കാരണമായത്? അതിനൊരു കാരണമുണ്ട്. ഇംഗ്ലീഷിലേക്ക് ആദ്യം ബൈബിൾ തർജ്ജമ ചെയ്തത് 1611-ലാണ്. 1611-ലാണ് ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ആദ്യമായിട്ട് പരിഭാഷ നടത്തിയത്. അത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജെയിംസ് എന്ന് പറയുന്ന ആള് തർജ്ജമക്കാരെ ഇരുത്തി തർജ്ജമ ചെയ്യിപ്പിച്ചതിൻ്റെതാണ് ഇംഗ്ലീഷ് ബൈബിള്. അതുകൊണ്ട് ആ ബൈബിളിൽ നിന്ന് പറഞ്ഞവർ കിങ് ജെയിംസ് വേർഷൻ എന്നാണ്. ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷ് ബൈബിളാണ്. നല്ല ബൈബിളാണ്. ആകെ ഒരു കുഴപ്പം, ഈ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് വായിക്കാൻ അത്ര ഒരു സുഖം വരികയില്ല. കംസ് എന്നുള്ളത് കമത്ത്, ഗോവത്ത്, അങ്ങനെയൊക്കെയുള്ള ഇന്ന് ഉപയോഗിക്കുന്ന വാക്കല്ല. അത് പരിഷ്കരിച്ചാണ് ന്യൂ കിങ് ജെയിംസ് വേർഷൻ വന്നിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ന്യൂ കിങ് ജെയിംസ് വേർഷനാണ്. ഉപദേശപരമായിട്ടെല്ലാം ഈ കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. പക്ഷേ അവിടെ ഈ രാജാവ് ജെയിംസ് എന്ന് പറയുന്ന രാജാവ് തർജ്ജമക്കാരെ കൊണ്ട് ഈ പുതിയ നിയമം തർജ്ജമ ചെയ്യിച്ചപ്പോൾ ഈ എക്ലീസിയ എന്നുള്ള വാക്കിന് ചർച്ച് എന്നിടാൻ അദ്ദേഹം നിർബന്ധിച്ചു. അസംബ്ലി എന്ന് വരേണ്ടതാണ്. എക്ലീസിയ എന്നുള്ളതിന് ശരിക്കും അസംബ്ലി, കൂട്ടം എന്ന് വരേണ്ടതാണ്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. എന്നാൽ ഈ രാജാവിൻ്റെ നിർബന്ധം മൂലം ചർച്ച എന്നുള്ള വാക്ക് ഇടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് 114 പ്രാവശ്യം ഈ എക്ലീസിയായ്ക്ക് ചർച്ച് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാനിടയായി. അതിന് പിറകിൽ പിശാചിൻ്റെ ഒരു തന്ത്രം ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നറിയാമോ? എന്തായിരുന്നു? ഈ കെട്ടിടം കാണുമ്പോൾ ആൾ എന്ത് വിചാരിക്കണം? ഇതാ സഭയെന്ന് വിചാരിക്കണം. ഭയങ്കര തെറ്റിദ്ധാരണയല്ലേ ഉണ്ടായത് അതുമൂലം, അല്ലേ? അപ്പൊ സഭ എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ആ കാണുന്ന കെട്ടിടം, ഈ കാണുന്ന കെട്ടിടം സഭയല്ല. സഭ ഒരു കൂട്ടമാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു വാക്ക് പറയാം. തിരുവനന്തപുരത്ത് പോകുമ്പോൾ, ഈ എംസി റോഡോടെ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പം നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, നിയമസഭ. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭ. ആ നിയമസഭയ്ക്ക് പുതിയ കെട്ടിടം പണിതു. ആ കെട്ടിടത്തിന്റെ വാതിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിയമസഭാ മന്ദിരം എന്ന. നിയമസഭയല്ല, നിയമസഭാ മന്ദിരം.
നല്ല കെട്ടിടമാണ്, കാശ് മുടക്കി പണിതാ. പിന്നെ എന്തുകൊണ്ടാണ് അതിന് നിയമസഭയിൽ നിന്ന് ഇടാഞ്ഞത്? എന്തുകൊണ്ടാണ് നിയമസഭ അല്ലാത്തത്? അത് നിയമസഭ ആകുന്നത് എപ്പോഴാ? MLA ചെല്ലുമ്പോഴാണ് നിയമസഭയാകുന്നത്. അതാ സഭ. അല്ലെങ്കിൽ സഭയല്ല, സഭ കൂടുന്ന മന്ദിരമാണ്. സഭ കൂടുന്ന കെട്ടിടമാണ്. അപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വിളിക്കപ്പെട്ട ആളുകൾ ആ കെട്ടിടത്തിൽ ചെന്നിരിക്കുമ്പോൾ അത് സഭയാണ്. ആ നിയമസഭയിൽ കൂടുന്ന കെട്ടിടം നിയമസഭയല്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ സഭയെന്ന് പറയുന്നത് എന്താ? സഭാവിശ്വാസികൾ കൂടി വരുന്ന ഒരു കെട്ടിടമല്ല. ആ കെട്ടിടമോ അല്ലെങ്കിൽ മരച്ചോട്ടിലോ എവിടെയും ആയിക്കോട്ടെ, സ്ഥിരമായി ഒരു സ്ഥലത്ത് ദൈവമക്കൾ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടത്തിൻ്റെ പേരാണ് സഭ, കെട്ടിടമല്ല സഭ. വ്യക്തമാണോ? സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, 114 പ്രാവശ്യം ഈ എക്ലീസിയ അല്ലെങ്കിൽ സഭ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 4 പ്രാവശ്യം ശരിക്കുള്ള പുതിയ നിയമ സഭയെക്കുറിച്ചല്ല. 114-ൽ 4 പ്രാവശ്യം പുതിയ നിയമ സഭയെക്കുറിച്ചല്ല, 110 പ്രാവശ്യമേ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിനെ 4 സഭയെക്കുറിച്ചല്ലാതെ പറഞ്ഞത്? സഭ എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആകെ 114 പ്രാവശ്യം സഭ എന്നുള്ള വാക്ക്, അതിൽ 110 പ്രാവശ്യമാണ് ശരിക്കും സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 4 പ്രാവശ്യം പുതിയ നിയമ സഭയെക്കുറിച്ചല്ല. എന്നാൽ ഈ സഭ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വേറെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അതിനെ സഭയെന്ന് വിളിച്ചിരിക്കുക. ഞാൻ ആ വാക്യങ്ങൾ പറയുമ്പോൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യത്തേത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവിടെ സഭ എന്നുള്ള വാക്കുകൊണ്ട് എക്ലീസിയ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 7:38. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിൽ സഭയിൽ ഇരുന്നവനും, നമ്മുടെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. സ്തെഫാനോസിന്റെ പ്രസംഗമാ മരുഭൂമിയിലെ സഭ. അപ്പൊ പണ്ടത്തെ കാലത്തേക്ക് സ്തെഫാനോസ് കേൾവിക്കാരുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് പറയുകയാണ്, കർത്താവായ യേശുവിനെ കുറിച്ച് പറയുക. അവൻ ആരാണെന്നറിയാമോ? മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായവൻ തന്നെയല്ല, മരുഭൂമിയിലെ സഭയോടുകൂടെ ഇരുന്നവനും. അപ്പൊ ഈ മരുഭൂമിയിലെ സഭ ഏതായിരുന്നു? മരുഭൂമിയിലെ സഭ സംശയമില്ലല്ലോ, ഇസ്രായേൽ മക്കളല്ലേ. മരുഭൂമിയിൽ കൂടെ 40 കൊല്ലം അവർ നടന്നു. ആ കൂട്ടത്തെ വിളിച്ചിരിക്കുന്ന പേരെന്താണ്? സഭ. മരുഭൂമിയിലെ സഭ, എക്ലേസിയ. എന്തുകൊണ്ടാണ് മരുഭൂമിയിലെ സഭയെന്ന് പറയാൻ കാരണം? ഒറ്റ കാരണം, അവര് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമായതുകൊണ്ടാണ്. ഈ ഇസ്രായേലിനെ മരുഭൂമിയിലെ സഭയെന്ന് വിളിച്ചിരിക്കുന്നത് അവർ വീണ്ടെടുക്കപ്പെട്ട ആളുകളാണ്. അവരെയാണ് ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. അവർ വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. പക്ഷേ ആ വീണ്ടെടുപ്പിന്റെ ആ വിളിയുടെ അടിസ്ഥാനം പെസഹ കുഞ്ഞാടിനാൽ അവർക്ക് വീണ്ടെടുപ്പുണ്ടായി. അപ്പോൾ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമായിരുന്നു ഇസ്രായേൽ ജനം. അതുകൊണ്ട് അവരെ മരുഭൂമിയിലെ സഭ എന്ന് വിളിച്ചിരിക്കുന്നു. ഇതൊരു നിഴലാണ്, ഒരു സാദൃശ്യമാണ്. എന്താണെന്നറിയാമോ? ഞാൻ പിന്നെ പറയാം, എങ്കിലേ കുറച്ചുകൂടെ വ്യക്തമായുള്ളൂ. രണ്ടാമത്തേത്, അടുത്ത 3 വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 19-ാം അധ്യായത്തിലാണ്. 4 വാക്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിന് പൊരുൾ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ന് 32-ാം വാക്യം. എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെ. ഇവിടെ എഫെസോസിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. പൗലോസും കൂട്ടരും അവിടെ ചെന്ന് പ്രസംഗിച്ചു. അവിടെ മന്ത്രവാദികളായ വളരെയേറെ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ മന്ത്രവാദികളെല്ലാം കൂട്ടത്തോടെ കർത്താവായ യേശു വിശ്വസിച്ചു. അവരുടെ ക്ഷുദ്ര പ്രയോഗത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു വരുന്ന പുസ്തകങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിറ്റേക്കാമെന്ന് അവർ വിചാരിച്ചില്ല. അതെല്ലാം കത്തിച്ചു കളഞ്ഞു. അപ്പോഴവിടെ ഈ ദേവതയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന കുറേ ആളുകൾ പറഞ്ഞു, എടാവേ, ഈ മനുഷ്യനെ ഇവിടെ വന്നിട്ട് വിഗ്രഹാരാധനയ്ക്കൊക്കെ എതിരെ പറയുക, നമ്മുടെ ദേവത, നമ്മുടെ ക്ഷേത്രം ശരിയല്ലെന്ന് പറയുക. നമ്മുടെ ദേവത എന്ന് പറഞ്ഞാൽ അങ്ങ് മാനത്ത് നിന്ന് പൊട്ടി വീണ ദേവതയായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാ, അവരുടെ വിശ്വാസം അങ്ങനെയാ. അവരുടെ ദേവതയ്ക്ക്, എഫെസോസിലെ ദേവതയ്ക്ക് ശരീരം മുഴുവൻ സ്ഥാനമാണ്. അത് ഈ ദേവതയാണ് എല്ലാവരും പോറ്റി പുലർത്തുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി
ഒരു സങ്കല്പ ദേവതയെ കൊണ്ട് പ്രതിബിംബം ഉണ്ടാക്കി വെച്ചിരിക്കുക. പൗലോസ് പറഞ്ഞു ബിംബങ്ങളൊന്നും ദൈവമല്ല. അപ്പൊ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന ആളുകൾക്ക് ലാഭം കുറഞ്ഞു, ലാഭം ഇല്ലെന്നായി. ഇവർ സംഘം ചേർന്നിട്ട് ജനത്തെ ഇളക്കി പൗലോസിനെയും കൂട്ടരെയും തല്ലാനും കൊല്ലാനും ഒരുങ്ങി. ജനസംഘം കലക്കത്തിലായി. അവിടെ എക്ലീസിയ എന്നുള്ള വാക്കാ. അപ്പോൾ എഫെസോസിൽ കൂടി വന്ന ഒരു വലിയ കൂട്ടം ആളുകൾ, പൗലോസിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകൾ, അവരെ സഭയെന്ന് വിളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വിളിച്ചിരിക്കുന്നത് അറിയാമോ? അവർ കൂടി വന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാ. എന്തിനാ കൂട്ടം അവിടെ കൂടി വന്നത്? പൗലോസിനെ കൊല്ലാൻ വേണ്ടിയാ. എവിടെയാ കൂടി വന്നത്? എഫെസോസിൽ. അർത്ഥം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എഫെസോസിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കൂടി വന്ന കൂട്ടത്തെ സഭ എന്ന് വിളിച്ചിരിക്കുന്നു. മരുഭൂമിയിലെ സഭ വീണ്ടെടുക്കപ്പെട്ട് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമായിരുന്നു. 2, എഫെസോസിലെ ആളുകൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കൂടി വന്ന ആളുകളായിരുന്നു. ഇനി 3-ാമത്തെ വാക്യം, അതേ അധ്യായം തന്നെ, അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒരു മിനിറ്റ് 14 ഇപ്പൊ പറയാവേ, പോയെന്ന് തോന്നുന്നല്ലോ. 19-ന്റെ 41-ാമത്തെ വാക്യം. 14-41 തിരിഞ്ഞുപോയ അക്ഷരം. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു. ഇവിടെ ആ കൂട്ടത്തെ, എഫെസോസിൽ കൂടി വന്ന ആ കൂട്ടത്തിന് ഒരു നേതാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില നേതാക്കന്മാരുണ്ടായിരുന്നു. ക്ലർക്ക് ഓഫ് ദ സിറ്റി എന്നാണ്. അപ്പോൾ ഈ ജനത്തെ നിയന്ത്രിക്കാനുള്ളതായ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഈ സഭയെ, എഫെസോസിൽ കൂടി വന്ന ആ കൂട്ടത്തിന്, അവരെ വെറുതെ ഇങ്ങനെ അഴിച്ചുവിടുന്ന ഒരു കൂട്ടമല്ല, അവരെ നിയന്ത്രണത്തിന് വിധേയമായിരുന്നു. അവരെ നിയന്ത്രിക്കാൻ ആളുകളുണ്ടായിരുന്നു. അത് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം 19-ാമത്തെ അധ്യായത്തിൻ്റെ തന്നെ 39-ാമത്തെ വാക്യം. ധർമ്മസഭ എന്ന് പറഞ്ഞാൽ ആ സഭയിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്ക് അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പം 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, മരുഭൂമിയിലെ സഭ എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ആളുകളാണ്. 2, എഫെസോസിൽ കൂടി വന്ന ആ കൂട്ടത്തെ സഭയെന്ന് വിളിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കൂടി ഒരു സ്ഥലത്ത് കൂടി വന്ന ആളുകളാണ്. 3-ാമത്തേത്, ആ കൂടി വന്ന ആളുകളെ നിയന്ത്രിക്കാനുള്ളതായ ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. 4-ാമത്തേത്, കാര്യാദികൾ തീരുമാനിച്ച് നടപ്പിലാക്കാനും അതിനുള്ളതായ ഒരു സ്ട്രക്ചർ, ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു. പെരുമാറ്റച്ചട്ടം. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യത്തേത്, ഏതാണ്ട് 6 ലക്ഷം പുരുഷന്മാരും അല്ലെ സ്ത്രീകളും. അപ്പൊ എത്ര വരും ആകെ? ഏതാണ്ടൊരു 12 ലക്ഷം. എല്ലാം കൂടി 30 ലക്ഷം കാണും, കുഞ്ഞുങ്ങളൊക്കെ കൂടി കൂട്ടി. അപ്പോൾ ഈ 12 ലക്ഷം ആളുകളാണെങ്കിൽ അവരെല്ലാവരും കൂടെ ചേർന്നപ്പോൾ വിളിച്ചിരിക്കുന്ന പേര് സഭയെന്നാ. മുഴുവൻ കൂട്ടത്തെയും സഭയെന്ന് വിളിക്കാം അല്ലേ? ആണോ? എഫെസോസിലെയോ ഒരു ചെറിയ സ്ഥലത്ത് കൂടിയൊരു കൂട്ടം, അതിനെന്ത് വിളിക്കാം? അതിനെ സഭയെന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേതിനെ നമ്മുടെ സഭയുമായി താരതമ്യപ്പെടുത്തിയാൽ എന്തായിട്ട് പറയാം? സാർവത്രിക സഭയുടെ ഒരു നിഴലെന്ന് പറയാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരുടെയും കൂടെ കൂട്ടം, അതെല്ലാം കൂടെ ചേർന്നാൽ അതിനെ യൂണിവേഴ്സൽ ചർച്ച് അല്ലെങ്കിൽ സാർവത്രിക സഭയെന്ന് വിളിക്കാം. അതിനൊരു നിഴലാണ്. 2-ാമത്തേത്, എഫെസോസിൽ കൂടി ഒരു ചെറിയ കൂട്ടം, ഒരു സ്ഥലത്തുള്ള ഒരു പ്രദേശത്തെ ഒരു പ്രാദേശിക കൂട്ടം, അതിനെ ലോക്കൽ സഭ, ലോക്കൽ അസംബ്ലി എന്ന് വിളിക്കാം, പ്രാദേശിക സഭ. മൂന്നാമത്തേത് 1941 നമ്മൾ വായിച്ചത്, ഈ പ്രാദേശിക സഭയെന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവാദമില്ല. ആ സഭയ്ക്കൊരു നേതൃത്വമുണ്ട്. ആ സഭയ്ക്ക് നേതൃത്വമുണ്ട്. സഭയെ നിയന്ത്രിക്കാൻ ആളുകളുണ്ട്. 4-ാമത് നമ്മൾ വായിച്ച 39-ാമത്തെ വാക്യത്തിൽ ധർമ്മസഭ എന്ന് പറയുമ്പോൾ സഭയ്ക്ക് പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്ക് ചില ഉപദേശങ്ങളുണ്ട്.
ഇഷ്ടം പോലെ ആർക്കും ജീവിക്കാനൊക്കത്തില്ല. ചില അതിർവരമ്പുകളും വേലിക്കെട്ടുകളും ചില ഉപദേശങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ സാർവത്രിക സഭ, പ്രാദേശിക സഭ, സഭയുടെ ശുശ്രൂഷകൾ നടത്താനുള്ളതായ ഒരു നേതൃത്വം, ലീഡർഷിപ്പ്. 4, സഭയ്ക്ക്, പ്രാദേശിക സഭയ്ക്ക് പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായോ? ഇങ്ങനെ 4 കാര്യങ്ങളുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എക്ലീസിയ എന്നുള്ള വാക്ക് സഭയോട് ബന്ധപ്പെടാതെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് 4 സ്ഥലങ്ങളിൽ എക്ലീസിയ അല്ലെങ്കിൽ സഭ എന്നുള്ള വാക്ക് ഈ പുതിയ നിയമ സഭയോട് ബന്ധപ്പെട്ട അല്ലാതെ എഴുതിയിരിക്കുന്നത് ചോദിച്ചെന്നാൽ സഭ എന്താണെന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേറെ എന്താ മാർഗം? അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞിരിക്കുക. രക്ഷിക്കപ്പെട്ട എല്ലാവരും സാർവത്രിക സഭയുടെ അംഗങ്ങളാണ്. മരുഭൂമിയിലെ സഭ, കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ആ മരുഭൂമിയിലെ സഭയുടെ അംഗങ്ങളാണ്. പുതിയ നിയമസഭയല്ല, ഇസ്രായേൽ സഭ. രണ്ടാമത്തേത്, അങ്ങനെ വ്യാപകമായ നിലയിൽ വലിയ കോടാനുകോടി ആളുകൾ സാർവത്രിക സഭയുടെ അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ മുളന്തുരുത്തിയിൽ കൂടി വരുന്ന ചെറിയ കൂട്ടത്തെ എന്ത് വിളിക്കാം? അതിന് സഭയെന്ന് വിളിക്കാം പ്രാദേശിക സഭ അല്ലെങ്കിൽ സ്ഥാനീയ സഭ. ഇനി പ്രാദേശിക സഭ അതിന് നടത്തിപ്പുകാരും വല്ലതും ഉണ്ടോ? അതോ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടന്മാരാണോ? അല്ലല്ല. അതിന് ചില ആളുകൾ ദൈവം നിയമിച്ചിട്ടുണ്ട്, നടത്തിപ്പുകാരുണ്ട്. 4മത്തേത്, ഓരോ സഭയുടെയും പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ആചരണങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? കൂടി വരുമ്പോൾ ഓരോരുത്തരും ബോധിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സഭയ്ക്ക് പെരുമാറ്റച്ചട്ടങ്ങൾ, അതിർവരമ്പുകൾ വ്യക്തമായി എഴുതി തന്നിട്ടുണ്ട്. ഏത് കാര്യത്തിലും ഉപദേശം ഇല്ലാത്തത്? എല്ലാ കാര്യത്തിലുണ്ടോ? നമുക്കെല്ലാം ചിന്തിക്കാൻ നേരെയില്ല. അതുകൊണ്ട് ഇടയ്ക്ക് വരുന്ന ചിന്തകളെന്ന് പറയട്ടെ. നമ്മുടെ ആരാധനാ യോഗത്തിൻ്റെ ഒരു ക്രമമുണ്ടോ? ഈ വിഷയത്തോട് ബന്ധപ്പെട്ടതല്ല എങ്കിലും ക്രമമുണ്ടോ? ഞായറാഴ്ച കൂടി വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ എല്ലായിടത്തുമൊക്കെ പാട്ട് പാടും. പിന്നെന്താ ഉള്ളത്? സ്തോത്രം ചെയ്യും. പിന്നെന്താ ഉള്ളത്? ധ്യാനചിന്തകളുണ്ട്. പിന്നെന്താ ഉള്ളത്? തിരുവത്താഴം അല്ലേ? പിന്നെന്താ ഉള്ളത്? വചനശുശ്രൂഷ. ഇതന്നെ ഇങ്ങനെ എല്ലായിടത്തും നടത്തുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇതുപോലെ ഈ പാറ്റേൺ? ഒരു ഓർഡർ. ആരെ ഓർഡർ ഉണ്ടാക്കിയേ? നമ്മുടെ കോട്ടയത്താണോ? ആണോ? ഞാൻ ഈ ആരാധനയെക്കുറിച്ചൊരു വിവാദം ഉണ്ടായ കാലത്ത് ഇതേക്കുറിച്ചൊരു 3 കൊല്ലം ഒരു റിസർച്ച് തന്നെ നടത്തി. എന്തെല്ലാം എവിടെയെല്ലാം വായിക്കാനുണ്ടോ അതെല്ലാം അന്വേഷിച്ച് പിടിച്ചൊക്കെ വായിച്ചു. മലയാളത്തിൽ 1920 ആരാധനയെക്കുറിച്ച് ആദ്യം പുസ്തകം ഇറക്കി. അതുവരെ ഞാൻ തപ്പിയെടുത്ത് വായിച്ചു. എവിടെന്നെല്ലാം ഉണ്ടോ ലോകരാജ്യങ്ങളിലെ പ്രധാനക്കാരുടെ എല്ലാ കുടിവരകളെക്കുറിച്ച് മിക്കവാറും ഞാൻ അന്വേഷിച്ചു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് ഈ മലയാളികൾ ആരും ചെല്ലാത്ത ആഫ്രിക്കയിലെ സഭകളിൽ പോലും ആഫ്രിക്കക്കാരുടെയും ഈ പാറ്റേൺ ഇത് തന്നെയാണ്. വെള്ളക്കാരും ഇങ്ങനെയാണ്, ഏത് രാജ്യത്തും ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ചില ആൾ പറയും സൈമൺ സാർ ഉണ്ടാക്കിയാണെന്നാണ്. സൈമൺ സാർ സായിപ്പുമാർ കൊണ്ടുവന്നാന്ന് പറയും. ഇത് സൈമൺ സാറിൻ്റെ അല്ല, സായിപ്പിൻ്റെ അല്ല. ഈ പിന്നെ ഇങ്ങനെ ക്രമം തന്നെ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ സഭയിലും അങ്ങനെ, നിങ്ങളുടെ സഭയിലും അങ്ങനെയാണ്, അവരുടെ സഭയിലും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അത് ഈ പാറ്റേൺ? ഇത് എവിടെ നിന്നാണ് ഈ ഓർഡർ കിട്ടിയത്? ഞാനിതേക്കുറിച്ച് ഇങ്ങനെ ആ ആളുകൾ ഇങ്ങനെ തലപ്പൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ആളുകൾ പറയാം അങ്ങനെയൊന്നും നമുക്ക് വേണ്ട, ഇതൊക്കെ ചുമ്മാ മനുഷ്യനുണ്ടാക്കിയത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ തല പുകഞ്ഞ് ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം UAE മീറ്റിങ്ങുകൾക്കായിട്ട് പോയിരിക്കുക. അപ്പോൾ ദുബായിൽ ചെന്ന് ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ രാവിലെ മുതൽ മനസ്സ് നൊന്തി കാര്യം ചിന്തിച്ചിരുന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. പ്രത്യേക വെളിപ്പാടൊന്നുമല്ല, വചനത്തിലൂടെ. 1 കൊരിന്ത്യർ 11:17 മുതൽ 14:39 വരെ ആരാധന യോഗത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 11:17 മുതൽ 14 അവസാനം 39 വരെ ആരാധന യോഗത്തിൻ്റെ ക്രമത്തെക്കുറിച്ചാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഉപദേഷ്ടാക്കന്മാരൊക്കെ പറയുമ്പം 1 കൊരിന്ത്യർ 11 സഹോദരിമാർ തലമൂടണം, 11-ാം അധ്യായത്തിലെ വിഷയമാണ്. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ, 13-ാം അധ്യായത്തിൽ സ്നേഹം, 14-ാം അധ്യായത്തിൽ അന്യഭാഷ. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുക. അങ്ങനെ ഉപയോഗിക്കുക അത് സബ് ഡിവിഷനാണ്. പക്ഷേ പ്രധാനമായിട്ടും ആരാധനാ യോഗമാണ്. 11-17 വാക്യത്തിൽ പൗലോസ് പറഞ്ഞ് ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുമ്പോൾ
സഭ കൂടി വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 14:39 വായിക്കുന്നത് സകലവും ഉചിതമായും ക്രമമായും, ലെറ്റ് എവറിഥിങ് ബി ഡൺ ഡീസൻ്റ്ലി ആൻഡ് ഇൻ ഓർഡർ. എവിടെ? ആരാധന യോഗത്തിൽ. അലങ്കോലം ഉണ്ടാകരുതെന്ന്. ആ ഒരു ഭാഗം മുഴുവൻ ആരാധന യോഗത്തെക്കുറിച്ചാണ്. അവിടെ നിങ്ങൾ കൂടി വരുമ്പോൾ 1 സങ്കീർത്തനം പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 സ്തുതി സ്തോത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 2 3 പേര് സംസാരിക്കുന്നതിനെ കുറിച്ച്, ആരാധന ധ്യാന ചിന്തകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിരുവത്താഴത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഭ കൂടി വരവിനെ കുറിച്ച് 7 പ്രാവശ്യം പറഞ്ഞിട്ട് തിരുവത്താഴത്തെക്കുറിച്ച് 7 പ്രാവശ്യം പറഞ്ഞിരിക്കുക. വചന ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാട്ട്, സ്തോത്രാർപ്പണം, ധ്യാനചിന്തകൾ, തിരുവത്താഴം, വചന ശുശ്രൂഷ, ഇതെല്ലാം ഈ ഭാഗത്ത് എഴുതി തന്നിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രാദേശിക സഭയ്ക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം വചനത്തിലെ സായിപ്പ് കൊണ്ടൊന്നും സൈമൺ സാർ ഉണ്ടാക്കിയതല്ല. അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും, ദസ് സെയ്സ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ മാതൃക പിന്തുടരുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിക്കണം. 1 സാർവത്രിക സഭ, 2 പ്രാദേശിക സഭ, 3 സഭയുടെ ശുശ്രൂഷകന്മാർ നേതൃത്വം, 4 സഭയുടെ ആചരണങ്ങളും സഭയുടെ പെരുമാറ്റങ്ങളും. ഈ 4 ഭാഗങ്ങളായിട്ട് തിരിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ സഭ എന്നുള്ള വാക്ക് പുതിയ സഭയോട് ബന്ധപ്പെട്ട അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇത്ര പറഞ്ഞ കാര്യം മനസ്സിലായോ? മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും മനസ്സിലായോ? അതോ ഓക്കെ. ഇനി 3-4 വാക്യങ്ങൾ വായിക്കാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ തെളിയിക്കാനായിട്ട്. ആദ്യത്തേത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. മതി. വായിച്ചു അത് വാക്യോട് വായിച്ചു. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സുവിശേഷങ്ങളിൽ സഭ എന്നുള്ള വാക്ക് മത്തായിയിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. സഭ എന്നുള്ള വാക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അതും 16, 18, 2 അധ്യായങ്ങളിൽ മാത്രം. 2 അധ്യായങ്ങൾ മാത്രം. മർക്കോസിലില്ല, ലൂക്കോസിലില്ല, യോഹന്നാനിലില്ല. ആകെ ഇവിടെ മാത്രം. അപ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യം, ഈ സഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ആദ്യം ലോകത്തിന് നൽകിയത് നമ്മുടെ കർത്താവ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവാണ് സഭയുടെ ഉടമസ്ഥൻ. എന്നിട്ട് പറയുകയാണ്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് സാർവത്രിക സഭയെ ഉദ്ദേശിച്ച. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ആ സഭ കർത്താവിൻ്റെ വരവ് വരെ തുടരുന്ന ദീർഘമായ കാലയളവിനുള്ളിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും കൂടെ ചേർന്ന കൂട്ടത്തിന് സഭയെന്ന് വിളിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ അവസാന വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ലോകത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം കൂട്ടങ്ങളിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഈ സാർവത്രിക സഭയുടെ അംഗങ്ങളാണ്. ബ്രദറുകാർ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇനി ബ്രദറുകാരുടെ കൂടെ തന്നെ എല്ലാം സഭയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? ഇവിടെ കാണും എല്ലാവരും, ശരിയായിരിക്കും. പക്ഷേ ഈ ബ്രദറുകാരെല്ലാം ഒന്നും സാർവത്രിക സഭയെ കാണുകയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? രക്ഷിക്കപ്പെടാതെ ഇതിനകത്ത് കയറും. രക്ഷിക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ യേശുവുമായിട്ട് ബന്ധമില്ലാതെ അബദ്ധവശാലോ കുട്ടികളുടെ പ്രോഗ്രാമുകളിൽ വെച്ചോ പടം കാണിച്ചോ ഒക്കെ പിള്ളേർ അറിയാതെ ചിലപ്പോൾ വേണമെങ്കിൽ കിളി പറഞ്ഞ ഏറ്റു പറഞ്ഞെന്നിരിക്കും. ഒരു പാപബോധം ഉണ്ടാകാതെയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെയും രക്ഷിക്കപ്പെട്ടെന്ന് തോന്നിയേക്കാം. അവർ ശരിക്കും രക്ഷിക്കപ്പെട്ട ആളുകളല്ല, വഞ്ചിക്കപ്പെട്ടു പോകുന്ന ആളുകളാണ്. അതേസമയത്ത് മറ്റു വിഭാഗങ്ങളിൽ തെറ്റാണെന്ന് നമ്മൾ പറയുന്ന കൂട്ടങ്ങളിലും കർത്താവിനെ സ്വീകരിച്ച ആളുകൾ ഉണ്ടായിരിക്കാം, രക്ഷിക്കപ്പെട്ടവരാ.
അപ്പോൾ ഈ സാർവത്രിക സഭ, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 2:49 പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ട എല്ലാവരും എവിടെയുള്ളവരാണോ, ഏത് കാലഘട്ടത്തിലുള്ളവരാണോ, അവരെല്ലാവരും ഈ സഭയുടെ അംഗങ്ങളാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ഏതിനെ ജയിക്കുകയില്ല? ഏത് സഭയെ? പ്രാദേശിക സഭയെ പാതാള ഗോപുരം ജയിക്കുമോ? ജയിച്ചതിന്റെ കൊടി കുത്തിരിക്കുക പലയിടത്തും. പാതാള ഗോപുരങ്ങളിൽ സഭയെ ജയിച്ചു. ആസിയയിലെ 7 സഭകളെ കുറിച്ച് പറഞ്ഞു. തുർക്കിയിലെ ഒറ്റ സഭയുണ്ടോ ഇന്ന് അവിടെ? ആ സഭ ഉണ്ടായിരുന്ന മോസ്ക. കേരളത്തിൽ തന്നെ പലയിടത്തും ഉണ്ടായിരുന്ന സഭകള് ചിലതൊക്കെ നിന്നുപോയി. വഴക്കും വയ്യാവേലിയും അശുദ്ധിയും ഇതൊക്കെ കാരണം പിശാച് സഭകളെ ജയിക്കും. പക്ഷേ സാർവത്രിക സഭയെ ജയിക്കാൻ പിശാചിന് കഴിയുകയില്ല. എന്തുകൊണ്ട്? പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അതായത് പാതാള ഗോപുരം എന്ന് പറയുന്നത്, പാതാള ഗോപുരം നമ്മൾ സാധാരണ വിചാരിക്കാറുള്ളത് പിശാചെന്നാ. അങ്ങനെ വേണം ചിന്തിച്ചോ, വിരോധമില്ല. പക്ഷേ വചനം പഠിപ്പിക്കുമ്പോൾ അത് പറയാൻ എനിക്ക് നിർവാഹമില്ല. പാതാള ഗോപുരം എന്ന് പറയുന്നത് മരണമാണ്. മരണം. ഹിസ്കിയ രാജാവിന് മരണകരമായ ദീനം ബാധിച്ച യെശയ്യാ 38-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഹിസ്കിയ രാജാവ് പറയാണ്, ഞാൻ മരണവാതിൽ പൂകേണ്ടതായി വന്നു. ഗേറ്റ്സ് ഓഫ് ഹെയ്ഡസ് എന്ന വാക്ക, പാതാളത്തിന്റെ വാതിൽ. ഹിസ്കിയ പറയാം, ഞാൻ ആ മരണത്തിന്റെ വാതിൽ വരെ എത്തി, അല്ലെങ്കിൽ പാതാള ഗോപുരത്തിൽ ഞാനെത്തി. യോന കടലാനയുടെ വയറ്റിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ പറയാണ്, രക്ഷയോടെ പറയാണ്, ഞാൻ പാതാള വാതിൽ പൂകേണ്ടി വന്നു. അപ്പൊ പാതാള ഗോപുരങ്ങൾ, പാതാള വാതിലുകൾ എന്ന് പറയുന്നത് പിശാചിനെ ഉദ്ദേശിച്ചല്ല, മരണമെന്നാണ്. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറ, ഞാനാകുന്ന പാറമേൽ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം അഥവാ മരണം അതിനെ ജയിക്കരുതെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ നോക്കി, തൊട്ട് താഴെ കർത്താവ് പറയുന്നത് എന്താണ്? അന്ന് തുടങ്ങി അവൻ യെരൂശലേമിൽ സംഭവിക്കാനുള്ള മരണത്തെക്കുറിച്ച് പറഞ്ഞെന്താണ്. യെരൂശലേമിൽ സംഭവിക്കാനുള്ള മരണം. മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും കൈകളിൽ ഞാൻ ഏൽപ്പിക്കപ്പെടും. അവരെന്നെ തല്ലും, എന്നെ തുപ്പും, എന്നെ കെട്ടും, എന്നെ കൊല്ലും. പക്ഷെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പാതാള ഗോപുരമേ, നിനക്ക് എൻ്റെ പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കാൻ കഴിയുകയില്ല. നീ ആരെയൊക്കെ കൊന്നാലും, സഭയുടെ സ്ഥാപകൻ എന്നെ കൊന്നാലും സഭ ഇല്ലാതാകുകയില്ല. അപ്പോസ്തലന്മാരെ കൊന്നാൽ സഭ ഇല്ലാതാകുകയില്ല. സുവിശേഷന്മാരെ കൊന്നാൽ സഭ ഇല്ലാതാകുകയില്ല. സാർവത്രിക സഭ അജയ്യമായ ഒരു ശക്തിയായി നിലകൊള്ളുന്നതിന്റെ കാരണം എന്താണ്? കൊന്നൊടുക്കും തോറും ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേരെ ഉയർത്തുകയാണ് കർത്താവിന്റെ പരിപാടി. ഇത് സാർവത്രിക സഭയാണ്. അതിനെ ജയിക്കാൻ പിശാചിന് പറ്റുകയില്ല. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമായ മരണം അതുകൊണ്ടും സാധിക്കുകയില്ല. സഭ കർത്താവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ടതാണ്. ഏതാ ഇപ്പൊ പറഞ്ഞാണോ? നോക്കിക്കോ, എല്ലാവരും കൂടെ നോക്കിക്കോട്ടെ. അത് തന്നെ 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലുണ്ട്. യോഹന്നാൻ 21-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നെല്ലാം അഴിയപ്പെട്ടിരിക്കും. രണ്ടർത്ഥത്തിലാണിത് പറഞ്ഞിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ 20-ാം അധ്യായത്തിൽ സാർവത്രിക സഭയെക്കുറിച്ചും പ്രാദേശിക സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളോട് നമ്മൾ സുവിശേഷം പറയുക, ആള് എത്ര നമ്മൾ പറഞ്ഞിട്ടും ആൾ രക്ഷിക്കപ്പെടുന്നില്ല. മരണത്തിന്റെ സമയം വരെയായി. അവസാനം നമ്മൾ സുവിശേഷം പറയാ, അവൻ രക്ഷിക്കപ്പെടുകയില്ല, മരിക്കാൻ പോവുകയാണെന്ന് നമുക്കറിയാം. അപ്പൊ അവസാനം വേണമെങ്കിൽ നമുക്ക് പറയാം, എൻ്റെ സുഹൃത്തെ, ഞാൻ എത്ര നാളായി നിന്നോട് സുവിശേഷം പറയുന്നു, പക്ഷെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല, ഇവിടെ കെട്ടിയിരിക്കുക, അത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. എന്നാൽ ഇവിടെ അഴിച്ചാൽ, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായാൽ, നിന്റെ പാപത്തിന്റെ ബന്ധനം അഴിച്ചാൽ നീ സ്വർഗത്തിൽ കാണും എന്ന് പറയാൻ പറ്റും. ഇനി 18-ാമത്തെ അധ്യായത്തിൽ പ്രാദേശിക സഭയെക്കുറിച്ചാണ്. 2 പേര് തമ്മിലുള്ള പ്രശ്നമാണ് അവിടുത്തെ വിഷയം. ആ പ്രശ്നം തീർക്കാനായിട്ട് സഭ ഇടപെടുന്നു, പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഒരാൾ മനഃപൂർവ്വം പ്രശ്നം തീർക്കാനായിട്ട് തയ്യാറല്ലാതെ വരിക,
അങ്ങനെ അല്ലാതെ വന്നാൽ എന്തു ചെയ്യണം? ഇത് നമ്മുടെ അടുത്ത ഭാഗത്ത് വരേണ്ടതാണ്. ഒരു സഭയിൽ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം തീർക്കാനായിട്ട് ഈ ഈ ഈ ഈ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളിനെ, പ്രശ്നത്തിന് വിധേയനായ സഹിച്ചയാള് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ അടുക്കൽ ചെന്നിട്ട് പരിഹാരം ഉണ്ടാക്കാൻ ചെന്ന് സമ്മതിച്ചില്ല. സഭയിലെ മൂപ്പന്മാരോട് പറഞ്ഞു, 2 or 3 പേര് സംസാരിച്ചു, അത് വഴങ്ങുകയില്ല, നിവൃത്തിയില്ല വന്നപ്പോൾ മുഴുവൻ സഭയോടും പറഞ്ഞു വഴങ്ങുകയില്ല. വഴങ്ങുകയില്ലാതെ വന്നാൽ അവനെ ചുങ്കക്കാരനും പുറജാതിയും എന്ന പോലെ ആക്കണമെന്ന് പറഞ്ഞാൽ, നിവൃത്തിയില്ലാതെ വന്നാൽ അവനെ സഭാ കൂട്ടായ്മയിൽ നിന്ന് മാറ്റണം. അങ്ങനെ മാറ്റിയാൽ അവൻ ഭൂമിയിൽ എല്ലായിടത്തും കെട്ടപ്പെട്ടിരിക്കും. എന്നുകൊണ്ട് എന്താണ് അർത്ഥം? അവന് ഒരു സഭയിൽ നിവൃത്തികേടുകൊണ്ട് പരമാവധി നോക്കിയിട്ടും ആള് വിധേയപ്പെടാനും കീഴ്പ്പെടാനും മനസ്സില്ലാതെ മനഃപൂർവ്വം മത്സരിയായിട്ട് ജീവിച്ചാൽ, ആളെ ഒരു സഭ നീക്കി നിർത്തിയാൽ ആളെ ഭൂമിയിലുള്ള ഒരു സഭയെ സ്വീകരിക്കരുതെന്ന് ഞാൻ. ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും ആള് മുടക്കപ്പെട്ട ആളായിരിക്കും. സഭ മുടക്കാനുള്ള സ്ഥലമല്ല. ഒരു നിവൃത്തിയുമില്ലാതെ വന്നാൽ, മനഃപൂർവ്വം മത്സരിയായോ ദുർമാർഗ ജീവിതത്തിൽ ഒരാൾ തുടർന്നാൽ, നിവൃത്തികേട് കൊണ്ട് ആളെ സഭ മാറ്റി നിർത്തേണ്ടി വന്നാൽ അടുത്ത സഭ കൈ നീട്ടിയ ആളെ സ്വീകരിക്കാൻ പാടില്ലെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ 2 അർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. തിരിച്ചു വരാം. മത്തായി 18-16 സാർവത്രിക സഭ, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ, രക്ഷിക്കപ്പെട്ട എല്ലാവരും അംഗങ്ങളായുള്ള സഭ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഏതാണ്ട് 12 ലക്ഷം ആളുകൾ ആ ഇസ്രായേൽ സഭയുടെ അംഗങ്ങളായിരുന്നതുപോലെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശുവിന്റെ രക്തത്താൽ ആരൊക്കെ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും ഈ സാർവത്രിക സഭ, യൂണിവേഴ്സൽ ചർച്ചിന്റെ അംഗങ്ങളാണ്. പിന്നെ ഈ ചർച്ച എന്ന് പറഞ്ഞു പോവുക, കാരണം നമ്മൾ ഉപയോഗിച്ച് വരുന്നതുകൊണ്ടാണ്. ഇനി 18-ാമത്തെ അധ്യായത്തിൽ 18-15 മുതൽ സഭയെക്കുറിച്ചുള്ള 2ാമത്തെ വെളിപ്പാട് കർത്താവ് നൽകിയതാണ്. മതി, അത്രയും മതി. ബാക്കി വിശദീകരണം ഞാൻ പറഞ്ഞാണ്. ഇവിടെ സഭ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു പ്രദേശത്തുള്ള പ്രാദേശിക സഭയാണ്. ഒരു സ്ഥലത്ത് ക്രമമായി കൂടി വരുന്ന ആളുകളുടെ കൂട്ടമാണ് സഭ. അത് പ്രാദേശിക സഭ, ലോക്കൽ അസംബ്ലി എന്ന് വിളിക്കാം. അങ്ങനെ ഒരു സഭയാണ് മുളന്തുരുത്തിയിൽ ഇപ്പോഴുള്ള ഈ സഭ. അതിന് പാതാള ഗോപുരങ്ങൾ ജയിക്കുമോ? ജയിക്കും. ഭിന്നത കൊണ്ട്, പാപം കൊണ്ട്, ഗ്രൂപ്പിസം കൊണ്ട് സഭകളെ പിശാച് കീഴ്പ്പെടുത്തും. അപ്പോൾ ഇത് പ്രാദേശിക സഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, അത് കർത്താവാണ് ആദ്യം നൽകിയത്. ഇനി 3ാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സഭയ്ക്ക് ചില ശുശ്രൂഷകന്മാർ, സഭയുടെ നടത്തിപ്പുകാരുണ്ട്. സഭയിൽ എല്ലാവരും തുല്യരാണെങ്കിലും സഭയെ നടത്താൻ കുറെ ആളുകളുണ്ട്, ഇടയന്മാരുണ്ട്. സഭയിലെ വിശ്വാസികൾ എല്ലാവരും ആടുകളെ പോലെയാണ്. എന്നാൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഈ ആടുകളെ നേർവഴിക്ക് കൊണ്ടുവരാനും അവർക്ക് ആഹാരം കൊടുക്കാനും വേണ്ടി വന്നാൽ വടിയും കോലും എടുത്ത് അവരെ നേർപാതയിൽ നടത്താനുമൊക്കെ ആയിട്ട് ദൈവം ചില ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. സഭയ്ക്കൊരു നേതൃത്വം എന്ന് നമ്മൾ പറയും. അവർ ശുശ്രൂഷകന്മാരാണ്, ഭരണക്കാരല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യവും 38-ാമത്തെ വാക്യവും വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-17-38. മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ച് എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ തന്റെ അടുക്കിലേക്ക് വരുത്തി. അപ്പോൾ പൗലോസിന്റെ അടുക്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് മൂപ്പന്മാരാണ്. എൽഡേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ മൂപ്പന്മാര്. ഇനി 38-ാമത്തെ വാക്യം അവരോട് പറയുന്ന വാക്കുകളാണ്. 38 28-ാമത്തെ വാക്യം. 27-28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. ആരെയാ വിളിച്ചത്? മൂപ്പന്മാരെ വിളിച്ചിരിക്കുക അല്ലേ? എന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ ആരാ? അധ്യക്ഷന്മാർ, ബിഷപ്പുമാരെന്ന് വാക്കാം. അവളേക്ക് പിന്നെ വരുന്നുണ്ട്. ആളുകളെ മേയ്ക്കുക പാസ്റ്റർമാരാ. നാളെ നമുക്കതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ പ്രാദേശിക സഭയ്ക്ക് മൂപ്പന്മാരുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ ഇടയന്മാരാണ്, അധ്യക്ഷന്മാരാണ്. എൽഡേഴ്സ് ബിഷപ്പുമാരാണ്, പാസ്റ്റർമാരാണ്. നാളെ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കത് കാണാം.
അപ്പോൾ ഒരു സഭയ്ക്ക് നടത്തിപ്പുകാരുണ്ട്. എഫെസോസിലെ കൂടി വന്ന ജനത്തെ നിയന്ത്രിക്കാൻ നടത്തിപ്പുകാരുണ്ടായിരുന്നത് പോലെ പ്രാദേശിക സഭയ്ക്ക് ചില നടത്തിപ്പുകാരുണ്ട്, ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തെ കാര്യം, ധർമ്മസഭയെന്ന് പട്ടണത്തിൻ്റെ നേതാവ് പറയും. ധർമ്മസഭ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ചില പെരുമാറ്റ ചട്ടങ്ങളുണ്ട്, സഭയ്ക്ക് ആചരണങ്ങളുണ്ട്, പ്രാദേശിക സഭയ്ക്ക് ഓരോ ഉപദേശങ്ങളുണ്ട്. അതെവിടെ കാണുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 2:37 മുതൽ 42 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 2:37 മുതൽ 42 വരെ പ്രാദേശിക സഭാ സത്യങ്ങൾ എന്നാണ് അതിനെ വിളിക്കാവുന്നത്. ഇവിടെ ഒരു പ്രാദേശിക സഭ, ഒരു പ്രദേശത്തുള്ള ഒരു ലോക്കൽ അസംബ്ലിയുടെ 7 പ്രമാണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു സഭയാകണമെങ്കിൽ 7 കാര്യങ്ങൾ വേണം. അതിനെ പ്രാദേശിക സഭാ സത്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? 1, വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അപ്പോൾ വാക്ക് കൈക്കൊണ്ടു അഥവാ രക്ഷിക്കപ്പെട്ടു. സഭാ അംഗങ്ങളുടെ ഒന്നാമത്തെ യോഗ്യത അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. രണ്ടാമത്തേത്, അന്ന് 3000 പേര് സ്നാനമേറ്റു. രക്ഷിക്കപ്പെട്ടവർ സ്നാനമേൽക്കണം. രണ്ടാമത്തെ ഉപദേശം രക്ഷിക്കപ്പെടുക, സ്നാനമേൽക്കുക. മൂന്നാമത്തെ കാര്യം, വക്രതയുള്ള തലമുറയിൽ രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് യുവർസെൽസ് ഫ്രം ദിസ് വിക്കഡ് ജനറേഷൻ, അല്ലെ പെർവേർട്ടഡ് ജനറേഷൻ എന്നാണ്. സെപ്പറേറ്റ് യുവർസെൽഫ്, രക്ഷിക്കപ്പെടാനല്ല, വേർതിരിയാനാണ്. വേർപെടുക. അവർ രക്ഷ, സ്നാനം, വേർപാട്. 3 കാര്യങ്ങൾ: രക്ഷ, സ്നാനം, വേർപാട്. 4, 5, 6, 7 കാര്യങ്ങൾ 42ാമത്തെ വാക്യങ്ങളാണ്. അവർ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനമേറ്റു. 2, അവർ ഉൾപ്പെട്ടിരുന്ന മതങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് എല്ലാം വേർതിരിഞ്ഞ് അവർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നു. അവർ വേർപെട്ടു. അങ്ങനെ 3 കാര്യങ്ങൾ സാധിച്ച ആളുകൾ പിന്നെ ചെയ്ത 4 കാര്യങ്ങളാണ്: അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, 2, കൂട്ടായ്മ ആചരിച്ചു, 3, അപ്പം നുറുക്കി, 4, പ്രാർത്ഥന കഴിച്ചു. ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി എന്നൊരു വാചകമാണ്. ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ ചെയ്തു വന്ന 4 കാര്യങ്ങൾ, മുടങ്ങാതെ അനുഷ്ഠിച്ചു വന്ന 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഉപദേശം കേട്ടു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. എന്റെ ബാഗിലൊക്കെ കാണോ? അല്ല, എവിടെയോ ഒരു ഫോൺ, നമ്മുടെ സത്യം അങ്ങോട്ടങ്ങ് തിരിയും. ആണോ? അച്ഛൻ്റെ പ്രായമുള്ള ആളാണ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ. അപ്പോൾ വെച്ചാൽ പറ്റുന്നതാ കേട്ടോ, മനഃപൂർവ്വം അല്ല. എന്തോ ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നേരം കിട്ടുമ്പം ബൈബിൾ ക്ലാസ്സിന് പോയെന്നല്ല. പിന്നെ ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി, അവർ മുടങ്ങാതെ ചെയ്തു. അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കാൻ പോയി. 2, അവർ മുടങ്ങാതെ ചെയ്ത രണ്ടാമത്തെ കാര്യം കൂട്ടായ്മ ആചരിച്ചു എന്ന് പറയാൻ മറ്റ് യോഗങ്ങൾക്കും കൂട്ടായ്മകൾക്കും മുടങ്ങാതെ പോയി. 3ാമത്തെ കാര്യം നമ്മൾ മുടക്കുകയില്ലാത്ത ഏതാ? എന്നാ വന്നാലും നമ്മൾ അപ്പം നുറുക്ക് മുടക്കുകയില്ല, അല്ലേ? ബൈബിൾ ക്ലാസ്സിന് പോകുകയില്ല, കൂട്ടായ്മയ്ക്ക് പോകുകയില്ല, പക്ഷേ എത്ര പേരെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം നുറുക്കാൻ പോകും. 4ാമത്തേന് പോകാറുണ്ടോ? 50 പേര് സഭയിലുണ്ടെങ്കിൽ പ്രാർത്ഥനത്തിന് എത്ര പേര് കാണും? 5 പേര് കാണും. 3 പേര് ബൈബിൾ ക്ലാസ്സിന് കാണും, അല്ലേ? വന്ന ഭാഗ്യം.
ഈ 7 കാര്യങ്ങളാണ് ഒരു സഭയെ സഭയാക്കുന്നത് കേട്ടോ. സഭയുടെ വളർച്ചയ്ക്ക് 7 കാര്യങ്ങൾ മുടങ്ങാതെ നടക്കണം. രക്ഷിക്കപ്പെടണം, സ്നാനമേൽക്കണം, വേർപെടണം, ഉപദേശം പഠിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിച്ച് തുടർമാനമായി പോകണം. ഇത് സഭയുടെ 7 അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഇത്ര മനസ്സിലായോ? അപ്പോൾ ഈ 4 സ്ഥലത്ത് സഭ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഞാൻ ഈ സാർവത്രിക സഭയെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. കാരണം അത് വലിയ ഉപദേശപരമായ കാര്യങ്ങൾ. നമ്മൾ അങ്ങോട്ട് സഭയുടെ അടിസ്ഥാനം ഏതാണ്, പണിയുന്ന ആരാണ്, ആരെ കൊണ്ടാണ് പണിയിപ്പിക്കുന്നത്, ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര അത്യാവശ്യപ്പെടുന്നതല്ല. പഠിച്ചാൽ നല്ലത് തന്നെയാണ്. എന്നാൽ നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രാദേശിക സഭ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മളങ്ങ് ചുരുങ്ങുകയാണ്. പ്രാദേശിക സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനമായ പഠിപ്പിക്കൽ 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ്. നമുക്കതൊന്ന് നോക്കാം. മത്തായി 18:20. 18:20 വായിച്ചേ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവ് പ്രാദേശിക സഭയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഉണ്ടോ? ഇവിടെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് പറയാനായിട്ടുണ്ട്. ഈ 16-നും 18-നും 7 കാര്യങ്ങളാണ്, ഇവിടെ 7 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത് വേർ 2 or 3 ആർ ഗ്യാദർഡ് ടുഗദർ ഇൻ മൈ നെയിം എന്നാണ്. വേർ, എവിടെ കൂടിയാലും. അപ്പോൾ ഒരു പ്രാദേശിക സഭയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തേത് കൂടി വരുന്ന ഒരു സ്ഥലം, ഒരു പ്രദേശം. വേർ, എവിടെ. അങ്ങനെയാണെങ്കിൽ ഒരു സഭ എവിടെയാണ് കൂടി വരേണ്ടത്? സഭ എവിടെ കൂടി വരണം? ആ കൂടി വരുന്ന ഒരു സ്ഥലത്തിന് പ്രത്യേകതയില്ല. ഒരു ഹോള് വേണോ, വാടക കെട്ടിടമാണോ, വീടാണോ, മരച്ചോടാണോ, പള്ളിക്കൂടമാണോ, അതല്ല. ആ കൂടി വരുന്ന കൂട്ടത്തിന് പ്രത്യേകത ഉണ്ടായിരിക്കണം. ഞാൻ അവിടെ നടുവിലുണ്ടാകണമെങ്കിൽ ഒരു സ്ഥലത്ത് അവർ കൂടി വരണം. ഒരു സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് കർത്താവിൻ്റെ നാമം സ്ഥാപിച്ച സ്ഥലമായിരിക്കണം. അത് പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ നാമം അവിടെ സ്ഥാപിച്ചിരിക്കണം. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ഞാൻ ഈ പുതിയ നിയമത്തിൽ ഏത് കാര്യം ചിന്തിച്ചാൽ അപ്പോഴെല്ലാം പഴയതുമായിട്ട് ബന്ധിപ്പിക്കും കേട്ടോ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം, ആവർത്തനം 16. രണ്ടാമത്തെ വാക്യം, 2-ാം വാക്യം. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വേണം പോകാൻ. ഇനി 6-ാമത്തെ വാക്യം, നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും. 7-ാമത്തെ വാക്യവും ഇത് തന്നെയാണ്. 8-ാമത്തെ വാക്യം, അവിടെ സഭായോഗം കൂടണം. അപ്പൊ സഭ എവിടെ കൂടണം? നാമം സ്ഥാപിക്കുന്ന സ്ഥലം. ഇനി 11-ാമത്തെ വാക്യം, നാമം സ്ഥാപിക്കാൻ. 16-ാമത്തെ വാക്യം, മതി. ഇവിടെയെല്ലാം യഹോവയുടെ നാമം സ്ഥാപിക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണം. നാമം സ്ഥാപിക്കുന്ന സ്ഥലത്ത് സഭായോഗം കൂടണം. അപ്പൊ എവിടെയാ കൂടേണ്ടത്? ദൈവത്തിന്റെ നാമം സ്ഥാപിക്കുന്ന, കർത്താവിന്റെ നാമം സ്ഥാപിക്കുന്ന സ്ഥലത്താണ് സഭ കൂടേണ്ടത്. അവിടെയാണ് കർത്താവ് ഉള്ളത്. ഞാനീ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഓർപ്പിക്കാൻ വേണ്ടിയാണ്. സഭ കൂടുമ്പോൾ ആ കെട്ടിടം എത്ര മനോഹരമാണ് അല്ലെങ്കിൽ മോശമാണ്, ചെറുതാണ്, അതല്ല കാര്യം. അവിടെ കർത്താവിൻ്റെ നാമം സ്ഥാപിക്കപ്പെടണം. ദൈവത്തിൻ്റെ നാമം ആദ്യം സ്ഥാപിക്കപ്പെട്ട ശീലോവിലായിരുന്നു. സമാഗമന കൂടാരം അവിടെയാണ്. പക്ഷേ ശീലോവിനെ ആളുകൾ അശുദ്ധമാക്കി കളഞ്ഞപ്പോൾ ദൈവം തൻ്റെ കൂടാരം ശീലോവിൽ നിന്ന് മാറ്റി യെരൂശലേമിൽ അടിച്ചു. യെരൂശലേമിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെ വന്നപ്പോൾ, ദൈവം തന്നെ ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവനെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവം നാമം സ്ഥാപിച്ച് യെരൂശലേമിനെ ദൈവം തള്ളിക്കളഞ്ഞു. ശരിയല്ലേ? ഇപ്പോൾ ദൈവം തന്നെ നാമം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാ? സഭയിലാണ്. അവിടെയാണ് ആരാധിക്കേണ്ടത്. ഇനി വിഷയത്തിൽ നിന്ന് അല്പം ഒന്ന് മാറുകയാണെങ്കിലും പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ 24 മുതൽ 27 വരെ ഒന്ന് വായിക്കാം. സംഖ്യ 6-ാം അധ്യായം.
24, 25, 26. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആ, അടുത്ത കൂടെ ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം. അതായത് അഹരോൻ ജനത്തെ ആശീർവദിക്കുമ്പോൾ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചിട്ട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ ശേഷം ഇങ്ങനെ അഹരോൻ ജനത്തിന്റെ മേൽ യഹോവയുടെ നാമം വയ്ക്കണം. അപ്പോൾ ദൈവത്തിന്റെ നാമം എവിടെയാ സ്ഥാപിക്കുന്നത്? ഒന്ന്, വ്യക്തികളിൽ അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ മേൽ, അവരുടെ മേൽ. 2, ആവർത്തന പുസ്തകം 16 വായിച്ചത് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കൂട്ടത്തിന്റെ മേൽ. അപ്പൊ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ നാമമുണ്ട്, ദൈവസഭയുടെ മേലും ദൈവത്തിന്റെ നാമമുണ്ട്. ഇത് 2 ആലയങ്ങളാണ്. ഇത് പറയാൻ വേണ്ടി എത്രയും പറഞ്ഞത്. ഒരു വിശ്വാസി ആരാ? ദൈവത്തിന്റെ ആലയമാണ്. സഭയോ? സഭയും ദൈവത്തിന്റെ ആലയമാണ്. ഇനി 2 വാക്യങ്ങളോട് വായിച്ച് തെളിയിക്കാനായിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യവും 6-ാം അധ്യായം 19-ാം വാക്യവും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? അടുത്തത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പൊ ഈ 3-ാം അധ്യായത്തിൽ പറയും നിങ്ങൾ ദൈവത്തിന്, നിങ്ങൾ ബഹുവചനമാണ്, പ്ലൂറലാ. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാൽ ദൈവത്തിന്റെ മന്ദിരമാണ്. എല്ലാവരും കൂടെ ചേർന്നാൽ ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ദൈവസഭ ഒരു ആലയമാണ്. 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. അത് ഒരു വിശ്വാസിയെക്കുറിച്ചാണ്. അപ്പോൾ സഭ ആകുന്ന മന്ദിരവും വിശ്വാസിയാകുന്ന മന്ദിരവും, ഈ ലോകത്തിൽ 2 മന്ദിരങ്ങളുണ്ട്. സഭ മന്ദിരം, വിശ്വാസി മന്ദിരം. മന്ദിരത്തിന്റെ ഉപയോഗം എന്താ? ആരാധനയാ. അപ്പൊ എവിടേക്ക് ആരാധിക്കേണ്ടത്? സഭയിലും ആരാധിക്കണം, വിശ്വാസി വ്യക്തിപരമായും ദൈവത്തെ ആരാധിക്കണം. ശരിയല്ലേ? ആണോ? സൈമൺ സാർ 2 പാട്ട് എഴുതിൻ്റെ ഓരോ സ്റ്റാൻസ എനിക്ക് വളരെ ഇഷ്ടമായി. ഇതോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴെല്ലാം ഓർക്കാറുണ്ട്. അതിൽ ഒരെണ്ണം, ഭൂവാനങ്ങളിൽ യോജിപ്പാം ജീവാരാധന ചെയ്യുവാൻ. ഭൂവാനങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ഒന്നാക്കി ചേർത്തു. എവിടെ? ആലയം, ദൈവസഭ. അവിടെ എന്തിനു വേണ്ടിയാണ് ഈ ആലയം ഉണ്ടാക്കിയത്? അവിടെ ആരാധിക്കാൻ വേണ്ടിയാണ്. വേറൊരു പാട്ട്, എന്നുള്ളമാകും മഹാ ദേവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്കു വന്ദനം പരമേ. എന്നുള്ളമാകും മഹാദേവാലയം. അപ്പൊ ദൈവസഭയാകുന്ന ആലയം ആരാധനയ്ക്ക് വേണ്ടിയാ. ദൈവത്തിന്റെ നാമം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സഭയിൽ. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം സ്ഥാപിച്ചിരിക്കുക. ഈ ആലയവുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസം ലോകത്തിലേക്ക് ഇറങ്ങുന്നത്. മനസ്സിലായല്ലോ? ഈ ആലയം കൊണ്ട്, എൻ്റെ ശരീരമാകുന്ന ആലയം കൊണ്ട് ഞാൻ ചന്തയിൽ പോകുമ്പോൾ ലോകം എന്ത് കാണണം? ദൈവത്തെ കാണണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആലയമാണെന്ന് ആൾക്ക് മനസ്സിലാകണം. എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയം, ആ ബോധ്യത്തോടെ വേണം സംസാരിക്കാൻ. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയമാണ് ഞാൻ. ഈ ആലയത്തിന് ചേർച്ചയല്ലാതെ ഒന്നും എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാൻ പാടില്ല. അയൽക്കാരോട് പെരുമാറുമ്പോൾ, ജോലി സ്ഥലത്ത് പെരുമാറുമ്പോൾ, എവിടെ ജീവിച്ചാലും ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ആ ബോധ്യത്തോടെ വേണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ. കാരണം ഇത് ദൈവത്തിന്റെ ആലയമാണ്. സഭയോ ദൈവത്തിന്റെ നാമം സ്ഥാപിച്ച സ്ഥലമാണ്. സഭയാണ് ദൈവത്തിൻ്റെതാണ്. നാമം ഇവിടെയുണ്ട്. ആ കർത്താവ് തൻ്റെ നാമം സ്ഥാപിച്ച സ്ഥലത്ത് തൻ്റെ നാമം സ്ഥാപിച്ചെടുത്ത് എഴുന്നള്ളി വരുമ്പോൾ, നാം ആരാധനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ, മറ്റു കൂടിവരവുകൾക്കായിട്ട് കൂടി വരുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിന് ചേരാത്തത് യാതൊന്നും സഭയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു വാക്കുപോലും ഉണ്ടാകാൻ പാടില്ല. ഈ ചില എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ചെന്നാൽ ഭയങ്കര ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാകും. അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. ഈ മെത്തഡിസ്റ്റ് പോലുള്ള സഭകളൊക്കെ ചെന്നാൽ
ഒരു മുട്ടുസൂചി നിലത്ത് വീണാൽ അറിയാം. ശരിയാണോ? ആളുകൾ അങ്ങോട്ട് വരുമ്പോൾ എന്തോ ഒരു ഭയഭക്തിയോടെയാണ് വരുന്നത്. ഈ തിരുവത്താഴം കുർബാന അതെങ്ങാനും എടുക്കുമ്പോൾ ഒരു തുള്ളി താഴെ വീണാൽ പട്ടക്കാരൻ എന്ത് ചെയ്യും? മുട്ടയെ കുത്തി അത് നക്കിയെടുക്കും. ഭയമാണ്. നമ്മുടെ ഇവിടെ ആരാധനാലയത്തിന് വന്നാൽ ഫുട്ബോളിൻ്റെ കാര്യവും ക്രിക്കറ്റിൻ്റെ കാര്യവും പിന്നെ പിണറായിയുടെ കാര്യവും നമ്മളിങ്ങനെ എല്ലാം ചർച്ച. എന്നാൽ നമുക്ക് പാട്ട് പാടാം, 4-ാമത്തെ നമ്പർ പാട്ട് പാടാം. അപ്പോൾ അതുവരെയോ ഞാൻ ഒരിടത്തെ കാര്യമല്ല, മിക്കവാറും പലത്ത് കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ ചെറിയ മ്യൂസിക് അങ്ങിടുക ഇതൊഴിവാക്കാൻ വേണ്ടി. കർത്താവ് വരിക, നമ്മൾ കർത്താവിനെ വിളിച്ചു കൊണ്ടുവരികയല്ല, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സഭയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ആദരവ്, ഒരു ഭയം, ബഹുമാനം വേണം. തിരുവത്താഴത്തിന് ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ലാഘവമായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ കണ്ണ് കാണാൻ മേല വരുമ്പോൾ ഒഴിച്ച് കുറേ മേശപ്പുറത്ത് വീഴും. നമ്മളതിന് അമിതമായൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, ശരിയാ. പക്ഷേ അർഹിക്കുന്നൊരു സ്ഥാനം കൊടുക്കണ്ടേ? നമ്മുടെ പാട്ടുകൾ, നമ്മുടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ തോക്കൊണ്ട് വെടിവെക്കുന്നതിന് പകരം മറ്റവനിട്ട് അവൻ്റെ ചങ്ക് തുളച്ച് ചെല്ലാൻ വേണ്ടി അല്ലേ കുത്തി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ. കർത്താവിൻ്റെ നാമം ഇവിടെയുണ്ട്. ആ ഒരു ഭയം നമ്മളെ കൂടുതൽ ബാധിക്കേണ്ടതാണ്. ഈ 2 മന്ദിരങ്ങൾ, അതിൽ വിശ്വാസിയാകുന്ന മന്ദിരം നമ്മളങ്ങ് വിടുകയാണ്. എവിടെ കൂടി വരണം? കർത്താവിൻ്റെ നാമം സ്ഥാപിച്ചിടത്ത്. ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ ഓർക്കാനും ആരാധിക്കാനും മറ്റിതര കാര്യങ്ങൾക്കുമായിട്ട് കൂടി വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. 2-3 പേരെ ഉള്ളെങ്കിലും നാമം സ്ഥാപിക്കുന്നത് സഭയിലാണ്. അത് നമ്മുടെ പ്രാദേശിക സഭകളിലാണ്. എത്ര മനോഹരമായ ഒരു ചിത്രമാണ്. കെട്ടിടത്തിൻ്റെ മഹത്വവും മഹാത്മ്യവുമല്ല, കർത്താവിൻ്റെ സാന്നിധ്യമാണ് സഭയെ സഭയാക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ഇപ്പോൾ സഭയെക്കുറിച്ചുള്ള ആമുഖമായ പഠനങ്ങളൊക്കെ നമ്മളിങ്ങനെ തുറന്നു വരികയാണ്. കർത്താവിന് വെച്ചാൽ നാളെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം.